അപ്പൊ ഈ കള്ളിയാങ്കാട്ട് നീലിനെ തളച്ചത് കടമറ്റത്ത് കത്തനാരല്ലേ? ആദ്യമേ തന്നെ ലോകയുടെ ഒരു പശ്ചാത്തലത്തിൽ പറയുന്നതുകൊണ്ട് തളയ്ക്കുക എന്നുള്ള വാക്ക് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ. ഇനി ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ കഥകൾ അനുസരിച്ച് അല്ല എന്നാണ് ഉത്തരം. കള്ളിയങ്കാട്ട് നീലയുടെ കഥകൾ പറയുന്ന ഏറ്റവും പഴയ സോഴ്സ് എന്ന് പറയുന്നത് പഴയ വില്ലടിച്ചാൻ പാട്ടുകൾക്കകത്ത് വരുന്ന തെക്കൻ പാട്ടുകൾക്കകത്ത് ഉൾപ്പെടുന്ന വില്ലടിച്ചാൻ പാട്ടുകളിലാണ് ഈ കഥകൾ വരുന്നത്. ആ കഥകളിലൊന്നും കടമറ്റത്തതിനാർ വരുന്നേയില്ല. അതുപോലെ തന്നെ ഐതിഹ്യമാലയിൽ പറയുന്ന കടമറ്റത്തതിനാരുടെ കഥകളിലൊന്നും നീലി എന്ന് പേരുള്ള അല്ലെങ്കിൽ കള്ളിയങ്കാട്ട് നീലി എന്ന് പേരുള്ള ഒരു യക്ഷിയും വരുന്നില്ല. അപ്പൊ ഈ നീലിന്റെ കഥയിലല്ല എങ്ങനെ കത്തനാര് വന്നേ? അതിന് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങൾ പറയാം. ഒന്ന്, നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ കടമറ്റത്ത് കത്തനാർ സീരിയലുകളാണ് അതിന്റെ ഒരു പ്രധാന കാരണം. അതിൽ കാണിച്ചിരിക്കുന്ന ഒരു വേർഷൻ അനുസരിച്ച് കടമറ്റത്ത് കത്തനാരാണ് കള്ളിയങ്കാട്ട് നീലിയെ തളയ്ക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാന കാരണമായിട്ട് പറയാൻ പറ്റുന്നത് ഐതിഹ്യമാലയിൽ പറയുന്ന പനയന്നാർക്കാവിലെ യക്ഷിയുടെ കഥയാണ്. ഈ കഥയിൽ കടമറ്റത്ത് കത്തനാർ പത്തനംതിട്ടയിലുള്ള പനയന്നാർക്കാവിലേക്ക് യക്ഷിയെ കൊണ്ടുവരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭപുരത്തേക്ക് പോകുന്ന വഴിയിലുള്ള കാട്ടിൽ നിന്നാണെന്ന് പറയുന്നത്. അപ്പം ഈ ലൊക്കേഷനാണ്, ഈ യക്ഷിയാണ് കള്ളിയങ്കാട്ട് നീലി, അല്ലെ ഈ യക്ഷി കള്ളിയങ്കാട്ട് നീലിയാണെന്ന് പറയാനുള്ളൊരു മറ്റൊരു കാരണം ഈ റൂട്ട്, അതായത് തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്ക് പോകുന്ന ഈ ഒരു ഏരിയയിലാണ് ശരിക്കും ഈ കള്ളിയങ്കാട് അല്ലെ പഞ്ചവങ്കാട് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കള്ളിയങ്കാട്ട് നീലിയുടെ പോപ്പുലർ കഥയിലെ ആ ലൊക്കേഷൻ വരുന്നത്. ഇപ്പം ഈ നാഗർകോവിലിനടുത്തുള്ള പാർവതിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കള്ളിയങ്കാട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലവും കള്ളിയങ്കാട്ട് നീലിയുടെ അമ്പലമൊക്കെ ഉണ്ട്. ഈ രണ്ട് കഥയിലും വരുന്ന സ്ഥലങ്ങളും ഈ കാടുകൾ തമ്മിൽ അടുത്തടുത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചിന്തിച്ചു പോകും ഈ യക്ഷി തന്നെയല്ലേ ആ യക്ഷി എന്ന് ഒരു സംശയം തോന്നാം ആളുകൾക്ക്. എന്നാൽ പനയന്നാർക്കാവിലേക്ക് കത്തനാർ കൊണ്ടുവന്ന യക്ഷി കള്ളിയങ്കാട്ട് നീലി ആയിരുന്നെങ്കിൽ കൊട്ടാരത്ത് ശങ്കുണ്ണി കള്ളിയങ്കാട്ട് നീലി എന്ന് തന്നെ എഴുതുമായിരുന്നല്ലോ കഥയിൽ. അദ്ദേഹം അങ്ങനെ ഒരു പേരും അതിനകത്ത് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഐതിഹ്യമാലയിൽ എങ്ങും കള്ളിയങ്കാട്ട് നീലിയുടെ ഒരു കഥയുമില്ല. പിന്നെ പഴയ നമ്മുടെ കള്ളിയങ്കാട്ട് നീലി സിനിമയില്ലേ, ആ സിനിമയനുസരിച്ച്, ആ സിനിമയിലെ കഥയനുസരിച്ച് കള്ളിയങ്കാട്ട് നീലിയെ തളയ്ക്കുന്നത് സൂര്യകാലടി ഭട്ടതിരിയാണ്. ഈ കഥയ്ക്കും നമ്മുടെ അറിയപ്പെടുന്ന ഐതിഹ്യ കഥകളുടെ ഒന്നും പിൻബലമില്ലാത്തൊരു കഥയാണ്. അപ്പൊ ശരിക്കുള്ള നീലിന്റെ കഥയൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? നമ്മൾ ഈ ചാത്തന്മാരുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ നീലിക്കും ഒരൊറ്റ കഥയല്ല ഉള്ളത്, പല കഥകളുണ്ട്. അപ്പം നീലി എന്നുള്ളൊരു കഥാപാത്രത്തിന് പേര് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു നീലിയല്ല നമുക്കുള്ളത്, നമുക്ക് ഒന്നിലേറെ നീലികളുണ്ട്. ഇപ്പം കള്ളിയങ്കാട്ട് നീലി, കുറച്ചുകൂടെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കാട് കല്ലടിക്കോട്ടെ കരിനീലിയുണ്ട്. പിന്നെയും വടക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ണൂർ നീലിയാർകോട്ടത്തെ നീലിയമ്മയുണ്ട്. ഇവരുടെയൊക്കെ പുരാവൃത്തം എടുത്തു കഴിഞ്ഞാൽ ഒരു കോമൺ ഫാക്ടർ കാണാം. അതായത് ഇവരൊക്കെ ആദ്യ സമയങ്ങളിൽ ഇവരുടെ കഥ എന്ന് പറയുന്നത് ഇവരുടെ താവളത്തിലേക്ക് എത്തുന്ന ആളുകളെ ആക്രമിക്കുക, ചോര കുടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഉഗ്രരൂപിണിയായിട്ട് കാണിക്കുന്നു. പിന്നീട് ഇവരൊരു മാതൃഭാവത്തിലൊക്കെ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുന്നു, ആളുകൾക്ക് അനുഗ്രഹം നൽകുന്നു, ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്ന വേർഷനിലേക്ക് കഥകൾ മാറുന്നുണ്ട് എല്ലാ കഥകളും. ഇനി നമ്മുടെ കഥാനായികയായിട്ടുള്ള കള്ളിയങ്കാട്ട് നീലിയിലേക്ക് വരികയാണെങ്കിൽ, കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ മാത്രം ഒരു മിത്തോ തമിഴ്നാടിൻ്റെ മാത്രം മിത്തോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു ദക്ഷിണ ഭാരതത്തിന് സൗത്ത് ഇന്ത്യയുടെ മൊത്തം ഒരു കോമൺ ആയിട്ടുള്ളൊരു മിത്തിക്കൽ ക്യാരക്ടറാണ് ശരിക്കും ഈ കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്നത്. കണ്ണകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു സ്ഥാനത്ത് വരുന്ന ഒരു ക്യാരക്ടറാണ് ഈ കള്ളിയങ്കാട്ട് നീലി. പണ്ടത്തെ തെക്കൻ തിരുവിതാംകൂർ പ്രചാരത്തിലുണ്ടായിരുന്ന തെക്കൻ പാട്ടുകൾ, ഈ തെക്കൻ പാട്ടുകളിൽ നീലിയുടെ കഥ പറയുന്ന കുറേ പാട്ടുകളുണ്ട്. അതിൽ പ്രത്യേകിച്ച് വിൽപ്പാട്ടുകളൊക്കെ ഉണ്ട്. പഞ്ചവങ്കാട്ട് നീലിയുടെ പാട്ട്, പിന്നെ മുപ്പന്തൽ യക്ഷിയമ്മൻ കണിയാമ്പാട്ട് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, പിന്നെ പഴകനല്ലൂർ നീലികഥ വിൽപ്പാട്ടുണ്ട്, പിന്നെ കാഞ്ചീപുരത്തെ നീലി യക്ഷഗാനമുണ്ട്. അപ്പൊ ഇങ്ങനെ പാട്ടുകൾ കുറേ ഉണ്ട്. ഈ പാട്ടുകളിലൊക്കെ പറയുന്ന മൂലകഥ സെയിം ആണ്, പക്ഷെ ഇതിലെ കഥാപാത്രങ്ങളുടെ പേര് മാറും, പിന്നെ ഈ കഥ വികസിക്കുന്ന രീതി മാറും എന്നൊക്കെ ഉള്ളൂ. മെയിൻ കഥ സെയിം ആണ് ഇതിലൊക്കെ. വിൽപ്പാട്ടുകൾ അനുസരിച്ച് നീലിയുടെ കഥ ഏതാണ്ട് ഇങ്ങനെയാണ്. ഇതിൽ തന്നെ പല വേർഷനുകളുണ്ട്. അപ്പോൾ എന്തായാലും പ്രധാന കഥ ഇങ്ങനെയാണ്. പഴകനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മയപ്പൻ കോവിലിലെ പൂജാരിക്ക്, അതായത് നമ്പിക്ക് ലക്ഷ്മി എന്ന് പറയുന്ന പേരുള്ള ഒരു ദേവദാസിയോട് അടുപ്പം തോന്നുന്നു. അപ്പം ദേവദാസിയുടെ അമ്മ ഈ നമ്പിയെ എങ്ങനെയും വശത്താക്കാൻ വേണ്ടി കൈവേഷം കൊടുത്തു എന്നൊക്കെയാണ് കഥ. എന്നിട്ട് നമ്പി സ്വന്തം കുടുംബത്തിലെ സ്വത്തും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ സ്വർണവും സ്വത്തും ഒക്കെ അപഹരിച്ച് ഇവരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. അവസാനം ഒന്നുമില്ലാതായപ്പം ഈ ദേവദാസിയുടെ അമ്മ, ലക്ഷ്മിയുടെ അമ്മ, ഇയാളെ ആട്ടി പുറത്താക്കി. ഇതിൽ വിഷമിച്ച് ഇയാളെ നാട് വിടുമ്പം ഈ ലക്ഷ്മിക്ക് ശരിക്കും ഇയാളോട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇയാൾക്കൊപ്പം ജീവിക്കാനായിട്ടായിരുന്നു അവളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവൾ ഇയാളുടെ പിന്നാലെ പോയി. എന്നാൽ ഈ കാട്ടിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ പൂജാരിക്ക് ശരിക്കും ഇവരോട് വൈരാഗ്യമായിരുന്നു. അപ്പോൾ ലക്ഷ്മി അടുത്ത് വന്ന് എന്നെ ഇട്ടിട്ട് പോലെ എന്നൊക്കെ പറയുമ്പം ഇയാളുടെ മനസ്സിൽ ഈ പക ഇങ്ങനെ എരിഞ്ഞിട്ട് ലക്ഷ്മി തളർന്നുറങ്ങുന്ന സമയത്ത് ഇയാൾ ഒരു കല്ലെടുത്ത് ഈ ലക്ഷ്മിയുടെ തലക്കിട്ടിട്ട് ലക്ഷ്മിയെ കൊല്ലുകയാണ്. അപ്പോൾ ഈ കൊല്ലുന്ന സമയത്ത് ലക്ഷ്മി കാണുമ്പോൾ ചുറ്റും നോക്കുമ്പോഴത്തേക്കും സാക്ഷിയായിട്ട് കാണുന്ന ഒരു കള്ളിച്ചെടിയാണ്. അപ്പോൾ കള്ളിച്ചെടിയെ നീയെ സാക്ഷി എന്ന് പറഞ്ഞിട്ട്, നീ മാത്രമാണ് സാക്ഷി എന്ന് പറഞ്ഞിട്ട് ഇവിടെ മരിക്കുന്ന പറയുന്നത്. അതിനുശേഷം ഇയാൾ ഇവളുടെ സ്വർണ്ണം എല്ലാം അപഹരിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഇയാൾ വെള്ളം എടുക്കാൻ നോക്കുന്ന സമയത്തിൽ പാമ്പ് കുത്തി ഇയാൾ മരിക്കുന്നു. അപ്പോൾ ഈ ലക്ഷ്മിയെ തപ്പി ലക്ഷ്മിയുടെ സഹോദരൻ വരുന്നു. സഹോദരി ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ ഈ സഹോദരൻ ആത്മഹത്യ ചെയ്യുന്നു. പിന്നെ വരുന്നത് അടുത്ത ജന്മമാണ്. ഈ 3 പേരും പുനർജനിക്കുകയാണ്. ഈ സഹോദരനും സഹോദരിയും ചോളരാജാവിൻ്റെ മക്കളായിട്ട് ജനിക്കുന്നതാണ് കഥ.
ഈ പറഞ്ഞ പോലെ ഈ പൂജാരി ആനന്ദൻ എന്ന പേരിൽ ഒരു വ്യാപാരികളുടെ കുടുംബത്തിൽ, വണികരുടെ കുടുംബത്തിൽ ജനിക്കുന്നു. അപ്പം ഈ രാജാവിൻ്റെ മക്കളായിട്ട് ജനിച്ച ഈ രണ്ട് കുട്ടികളും ശരിക്കും ഈ ദുരാത്മാക്കളായതുകൊണ്ട് തന്നെ അവർ ഈ ഒരു രാക്ഷസ സ്വഭാവമാണ് കൊച്ചിലെ കാണിക്കുന്നത്. കുഞ്ഞായിരിക്കും തന്നെ ഇവർ രാത്രിയിൽ വേഷം മാറി പുറത്ത് പോയിട്ട് കന്നുകാലികളെ കൊല്ലുക, അങ്ങനെയൊക്കെയുള്ള പല അക്രമങ്ങളും കാണിച്ച് അവസാനം രാജാവ് സഹിക്കാൻ വയ്യാതെ കുട്ടികളെ കൊണ്ട് കാട്ടിൽ ഒരു വേപ്പ് മരത്തിന് ചുവട്ടിൽ ഉപേക്ഷിക്കുന്ന പറഞ്ഞത്. അങ്ങനെ ഇതിനകത്ത് കഥയിൽ വരുമ്പോൾ ഇവർ ഇവിടെ കൊണ്ട് ഉപേക്ഷിക്കും. ഇവരുടെ പേര് നീലനും നീലിയും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു വേർഷനകത്ത് ഇവർക്ക് ശൂർപ്പണഖ അതുപോലെ കുംഭകർണൻ എന്ന് പറഞ്ഞ പേരുള്ളതായിട്ട് വേറൊരു വേർഷനിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നീലനും നീലിയും ഈ വേപ്പുമരത്തിനോടെ താമസിക്കുന്നു. അപ്പം ഒരിക്കലും ഈ പഴകനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ പഴകനല്ലൂരിലെ ഗ്രാമത്തിലെ ആളുകൾ അമ്പലത്തിലെ കൊടിമരത്തിന് വേണ്ടിയിട്ട് ഈ വേപ്പ് വെട്ടുമ്പം നീലൻ കൊല്ലപ്പെടുന്നതായിട്ടാണ് ആ കഥ വരുന്നത്. അതിനും വേറെ വേർഷനുകളുണ്ട്. നീലൻ എങ്ങനെ കൊല്ലപ്പെടും എന്നൊക്കെ പറഞ്ഞ് വേറെ വേർഷനുകളുണ്ട്. സഹോദരനെ കൊന്ന പഴകനല്ലൂരിലെ ജനങ്ങളോട് ഈ അടങ്ങാത്ത പകയായി നീലിക്ക്. അവരെല്ലാം മുച്ചൂടും മുടിക്കുമെന്ന് നീലി പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. നീലിക്ക് നീലിയുടെ പ്രധാന പ്രതികാരം വീട്ടാൻ കിടപ്പുണ്ടല്ലോ. അപ്പം ആ പൂജാരിയുടെ പുനർജന്മമായിട്ടുള്ള ആനന്ദൻ ഒരിക്കലും ഈ പഴകനല്ലൂർ വഴി വരികയും ഈ നീലിയുടെ കൺമുമ്പിൽ ചെന്ന് പെടുകയും ചെയ്തു. അപ്പം നീലി ഒരു വേഷം മാറി, സുന്ദരിയായിട്ടുള്ള സ്ത്രീയായിട്ട് വേഷം മാറിയിട്ട് ഒരു കള്ളിച്ചിട്ട് കമ്പ് ഒടിച്ചിട്ട് അതിനെ ഒക്കത്ത് വെച്ചിട്ട് അതിനൊരു കുഞ്ഞാക്കി മാറ്റിയിട്ട് ഇയാളുടെ പുറകെ നടന്നു പറയുന്നത്. എന്നിട്ട് ഭാര്യയാണ്, ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇയാളുടെ പുറകെ കൂടി. അപ്പം നാട്ടുകാരുടെ അടുത്ത് ചെന്നപ്പോൾ നാട്ടുകാരോട് പറഞ്ഞത് എൻ്റെ ഭർത്താവാണ്, ഇതിൽ നിങ്ങളോട് പിണങ്ങി കഴിയുകയാണെന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർ ഇവൾ പറയുന്നത് വിശ്വസിക്കുകയും സന്ധ്യ ആയതുകൊണ്ട് തന്നെ നാളെ തീർപ്പാക്കാം, നിങ്ങളിവിടെ ഈ തൽക്കാലം ഇവിടെ ഗ്രാമത്തിൽ താമസിച്ചുള്ളൂ, മഠത്തിൽ താമസിച്ചുള്ളൂ എന്ന് പറഞ്ഞ് അവരെ അവിടെ താമസിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പം അന്ന് രാത്രി ആനന്ദനെ നീലി കൊല്ലും. അപ്പം അതിനുശേഷം പിറ്റേ ദിവസം ഈ ഗ്രാമത്തിലുള്ളവരെയും ഇല്ലാതാക്കുന്നതാണ് ഒരു വേർഷൻ. രണ്ടാമത്തെ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനന്ദം പറയുന്ന വിളി യക്ഷിയാണെന്നുള്ള കാര്യം നാട്ടുകാരോട് പറയുമ്പം നാട്ടുകാർ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ 70 പേരും നാളെ ആത്മഹത്യ ചെയ്യും എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പം രാത്രി നീലി ഇവനെ കൊന്നത് കാരണം പിറ്റേ ദിവസം വാക്ക് പാലിക്കാൻ വേണ്ടി ഗ്രാമത്തിലുള്ളവരെല്ലാം ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞൊരു വേർഷനുണ്ട്. ഇതാണ് ഈ വിൽപ്പാട്ട് കഥകളിൽ വരുന്ന നീലി കഥയുടെ ഒരു പ്രധാന വേർഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന് ശേഷം ഇപ്പം ഇവരെല്ലാം കൊന്നതിന് ശേഷം ഈ യക്ഷി നീലി പോയിട്ട് മുപ്പന്തൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി കുടിയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മുപ്പന്തൽ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടായി എന്നാണ് കഥ. അപ്പോൾ ഇനിയുള്ള ഈ യക്ഷകഥയിലേക്ക് വരുമ്പോഴത്തേക്ക് നീലി യക്ഷകഥ അത് കാഞ്ചീപുരത്താണ്. ഇവിടുന്നൊക്കെ ഇപ്പോൾ ഈ തെക്കൻ തിരുവിതാംകൂറിൽ നിന്നൊക്കെ മാറി വളരെ ദൂരെയുള്ള സ്ഥലത്താണ് ശരിക്കും ഈ കഥ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ ദക്ഷിണ ഭാരതത്തിൽ മൊത്തം ഒരു പേരുള്ള കഥയാണ് ഈ കള്ളിയങ്കാട്ട് നീലിയുടെ എന്ന് പറയുന്നത്. അപ്പോൾ ആ യക്ഷകഥയിൽ വരുന്നത് ഇവരുടെ പേര് മൊത്തം മാറും. ദേവദാസി അല്ല, ലക്ഷ്മി എന്നുള്ള പേര് മാറും. ഇവിടെ ദേവദാസി അല്ല, നവക്കിയാനി എന്നാണ് പേര്. നവക്കിയാനിയുടെ സഹോദരൻ ശിവക്കിയാനി. ഭുവനപതി എന്നാണ് ഈ പൂജാരിയായിട്ട് വന്ന. പൂജാരി എന്ന് പറയുന്നത് ക്യാരക്ടറിനകത്ത് പൂജാരി അല്ല, വേറെ ആളാണ്. അപ്പോൾ അയാൾക്ക് ഓൾറെഡി ഒരു കല്യാണം കഴിച്ചതാണ്. അയാൾ പിന്നെ ഇവളെയും കല്യാണം കഴിക്കുന്നു. അതിനുശേഷം ഗർഭിണിയായ ഇവളെയും കൊണ്ട് സ്വന്തം നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവളുടെ സഹോദരനുണ്ടൊപ്പം. ഇത് മറ്റേ കഥയിലുള്ള പോലെ തന്നെ ഇവളെ കാട്ടിവെച്ച് കൊല്ലുന്നു. സഹോദരൻ ഇവളുടെ മരണം കണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഇവർ പിന്നെ പുനർജന്മം ഉണ്ടാകുന്നു. പുനർജന്മത്തിൽ ഇതുപോലെ തന്നെ ഇതേ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. ഇതിന് ചില വേരിയേഷൻസ് ഉണ്ടതേ ഉള്ളൂ. സംഭവമൊക്കെ സെയിം ആണ്. പേരിലും സ്ഥലങ്ങളും സംഭവിക്കുന്ന സ്ഥലങ്ങളൊക്കെ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നവക്കിയാനിയെ കൊന്ന ശേഷം ഭുവനപതി അവളുടെ വയറ്റിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് ഒരു കള്ളിച്ചെടിയുടെ മുകളിലേക്ക് ഇട്ടു എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട് ഈ കഥയിൽ. അപ്പൊ ഇതൊക്കെയാണ് ഈ പഴയ പാട്ടുകളിലെ കഥകളുടെ പല വേർഷനുകൾ. എന്നാൽ നമ്മൾ കുറച്ചിങ്ങോട്ട് വരുമ്പം നമ്മുടെ ഈ ഒരു നീലിക്കഥ ആദ്യമായിട്ട് പ്രിന്റിൽ വന്നത് നമ്മുടെ ഒരു ലിറ്ററേച്ചറിൽ പ്രിന്റിൽ വന്നത് CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന നോവലിനകത്ത്. നമ്മൾ ഈ കേട്ട കഥകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് CV കഥ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പുനർജന്മമൊന്നുമില്ല, ദേവദാസിയുമല്ല. ഈ സ്ത്രീ നാഗർകോവിൽ താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. ആരും സഹായത്തിനൊന്നും ഇല്ലാത്ത ഒരു പാവ സ്ത്രീ. അവർക്ക് കുറച്ച് സമ്പത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമ്പത്ത് കണ്ടിട്ട് ഒരു പട്ടർ അവരുടെ അടുത്തൊന്ന് ഇഷ്ടം കൂടുക, അവരെ സമ്പത്തം കഴിക്കുകയൊക്കെ ചെയ്തിട്ട് അവിടെ നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഇവർ ഗർഭിണിയായ സമയത്ത് ഇവരെയും കൊണ്ട് നമുക്ക് പത്മനാഭപുരത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ട് സ്വത്തെല്ലാം വിറ്റുപെറുക്കി അത് പണമാക്കിയിട്ട് അതും കൊണ്ട് പോകുന്നു. യാത്രാ മധ്യേ ഇവരെ കൊല്ലുന്നു. എന്നിട്ട് ഇതെല്ലാം കൈക്കലാക്കിയിട്ട് ഇയാൾ പോകുന്നു. എന്നിട്ട് കുറേ ഇവരിപ്പം യക്ഷിയായിട്ട് മാറി അവിടെ ആ ഭാഗത്ത് അവിടെ അലഞ്ഞു നടക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇയാൾ ഇതൊക്കെ മറന്നിട്ട് ആ വഴി കൂടെ ശുചീന്ദ്രത്തേക്ക് പോകുന്ന സമയത്ത് ഇയാളെ ഇവർ മയക്കി കൊല്ലുന്നു. ഇതാണ് ഈ മാർത്താണ്ഡവർമ്മയിൽ വരുന്ന കള്ളിയങ്കാട്ട് നീലിയുടെ കഥ. അതാണ് പഞ്ചവങ്കാട്ട് നീലി പഞ്ചവങ്കാട് എന്ന സ്ഥലത്തിന് പറയും. അതാണ് നമ്മൾ പിന്നെ വന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വേർഷൻ. ഇത് തിരുവനന്തപുരത്തിന് അടുത്ത് നടക്കുന്ന ഒരു കഥയായിട്ട് വരുന്നതൊക്കെ ഈ CV രാമൻപിള്ളയുടെ ഈ നോവലിനകത്താണ്. 1979 ഇറങ്ങിയ കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന സിനിമയിലും ഏതാണ്ട് CV രാമൻപിള്ള പറഞ്ഞ കഥയുടെ വേർഷനുമായിട്ട് സമാനമായിട്ടുള്ളൊരു കഥയാണ്. ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇതൊന്നും അല്ലാതെ തിരുവനന്തപുരത്തും അതുപോലെ തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളും ഒക്കെ കള്ളിയങ്കാട്ട് നീലിയുമായിട്ട് ബന്ധപ്പെട്ട വേറെയും കഥകളുണ്ട്. നീലയെ തളച്ച കഥകളും അങ്ങനെ പല വിശ്വാസങ്ങളും കഥകളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ ലോക സിനിമയിൽ പറയുന്നതെല്ലാം
ലോകയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐതിഹ്യങ്ങളിൽ നിന്നുള്ള പോപ്പുലർ ക്യാരക്ടേഴ്സിനെ എടുത്തിട്ട് ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് ഒറിജിനൽ സ്റ്റോറീസ്, ബാക്ക് സ്റ്റോറീസ് ഉണ്ടാക്കിയിട്ട് സിനിമകൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഈ സൂപ്പർ ഹീറോ സിനിമകളൊക്കെ പോലെ തന്നെ മിത്തിൽ നിന്ന് മാറിയിട്ട്, മിത്തിൽ നിന്ന് ക്യാരക്ടേഴ്സിനെ എടുക്കുകയും നമ്മൾ ഒറിജിനൽ സ്റ്റോറീസ് ബിൽഡ് ചെയ്തൊക്കെയാണല്ലോ സൂപ്പർ ഹീറോസിനെ ഉണ്ടാക്കുന്നത്. നമുക്ക് അതേപടി മിത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സിനിമകളൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആ രീതിയിൽ ആണ് നമ്മൾ ഈ നീലി എന്നുള്ള കള്ളിയങ്കാട്ടിൽ നിന്നുള്ള ഒരു പേര് മാത്രമാണ് അവർ എടുത്തിരിക്കുന്നത്. ബാക്ക് സ്റ്റോറി ഒക്കെ വേറെ തന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കഥ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കത്തനാരുടെ കാര്യം, കത്തനാർ നീലി കണക്ഷൻ സംബന്ധിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ആ ക്യാരക്ടറിനെ അവിടെ കൊണ്ടുവന്നെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ഒരു ക്യാരക്ടർ അവിടെ വരാൻ പാടില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഒരു ഐതിഹ്യങ്ങളിൽ നിന്നൊരു പോപ്പുലർ ക്യാരക്ടേഴ്സിനെ എടുക്കുമ്പോൾ എന്തായാലും ഉൾപ്പെടുത്തേണ്ട ഒരു ക്യാരക്ടറാണത്. അത് അവരവിടെ കൊണ്ടുവച്ചു, അത് തെറ്റായി പോയി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാം കഥകളാണല്ലോ.